കോഴിക്കോട് താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസിന്റെ കുടുംബം മുഖ്യമന്ത്രി ഇന്ന് കാണും. അഭിജിത്ത് മുഴക്കുന്ന വാർത്തയുടെ വിവരങ്ങൾ ചെയ്യുന്നു. അഭിജിത്ത്, അവർക്ക് കുറേയധികം ആശങ്കകൾ ഇപ്പോഴും ബാക്കിയാണ്. ഈ നെഞ്ചക്ക് കണ്ടെടുത്ത ആ വീട്ടിലെ മുതിർന്ന ആൾക്കാരെ അടക്കം അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം എന്നതടക്കം അവർ ആവശ്യപ്പെട്ടു നമ്മുടെ ചർച്ചയിൽ ഏറ്റവും ഒടുവിലും. അതടക്കം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാനാണോ ആലോചന, അഭിജിത്ത്? തീർച്ചയായും ഹാഷ്മി, അതിന് തന്നെയാണ് ഇപ്പോൾ കുടുംബം മുഖ്യമന്ത്രിയെ കാണുന്നതിനായി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുള്ളത്. ഷഹബാസിന്റെ അച്ഛനും അമ്മയുമുണ്ട്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയുമായി അവർക്ക് കൂടിക്കാഴ്ച അനുവദിച്ചിട്ടുമുണ്ട്. 11 മണിയാണ് സമയം പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി മറ്റൊരു പരിപാടിയിലാണ്. ഈ പരിപാടിക്ക് ശേഷം മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുന്നതോടുകൂടി ഈ കുടുംബവുമായി ഒരു കൂടിക്കാഴ്ച നടത്തും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 6 പേരെയാണ് പോലീസ് പ്രതി ചേർത്തിട്ടുള്ളത്. ഈ 6 പേരും വിദ്യാർത്ഥികളാണ്. പക്ഷേ അതിൽ കവിഞ്ഞ് ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് കൂടി ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് ആദ്യം മുതൽ തന്നെ ഷഹബാസിന്റെ പിതാവ് ആരോപിക്കുന്നുണ്ട്. കാരണം നഞ്ചക്കുൾപ്പെടെയുള്ള ആയുധങ്ങളാണ് ഷഹബാസിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഈ വിദ്യാർത്ഥികൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കുട്ടികളുടെ കൈകളിലേക്ക് എങ്ങനെയാണ് ഈ ആയുധം എത്തിയത് എന്ന ചോദ്യം പിതാവ് മുന്നോട്ട് വെക്കുകയാണ്. ഈ രക്ഷിതാക്കളുടെ സഹായം ആസൂത്രണത്തിൽ ഉൾപ്പെടെ കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാദം. ഏതായാലും അക്കാര്യത്തിൽ ഉൾപ്പെടെ ഒരു അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ഏതാണ്ട് 2 ദിവസങ്ങൾക്ക് മുൻപ് കുടുംബം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോഴും കുടുംബം വ്യക്തമാക്കിയത്, കുടുംബം ആവശ്യപ്പെട്ടത് ഇക്കാര്യം തന്നെയാണ്. കൃത്യമായ ആസൂത്രണത്തോടു കൂടി നടത്തിയ ഒരു കൊലപാതകമാണ്. അത് മുതിർന്നവരിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല? ഒരുപക്ഷെ ഈ കുടുംബത്തിലെ പലർക്കും ഈ ഷഹബാസിന്റെ കൊലപാതകം നടത്തിയ വിദ്യാർത്ഥികളിൽ പലർക്കും അവരുടെ രക്ഷിതാക്കൾക്ക് ഉന്നത ബന്ധങ്ങളുണ്ട്. അത് ഒരു സ്വാധീനമായി മാറരുത് എന്നുള്ള കാര്യമാണ് പിതാവിന് അക്കാര്യത്തിലാണ് ഏറ്റവും വലിയ ആശങ്കയുള്ളത്. അതൊക്കെ തന്നെ ഇന്ന് മുഖ്യമന്ത്രിയുമായി അവർ പങ്കുവെക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അല്പസമയം മുൻപ് തന്നെ കുടുംബം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതിലിപ്പോൾ SLC പരീക്ഷ നടന്നു കഴിഞ്ഞു. ഈ 6 വിദ്യാർത്ഥികളാണ്. അവർ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നവരാണ്. ഈ പരീക്ഷയ്ക്ക് ശേഷം മറ്റ് നടപടികളിലേക്ക് കടന്നേക്കും എന്നുള്ളൊരു സൂചന പോലീസ് നേരത്തെ തന്നെ നൽകിയതാണ്. ഒരുപക്ഷെ കൂടുതൽ വിദ്യാർത്ഥികൾ ഈ പ്രതിപട്ടികയിലേക്ക് വരാനുള്ളൊരു സാധ്യതയൊക്കെ പോലീസ് പങ്കുവെച്ചതാണ്. പക്ഷേ അതിൽ കവിഞ്ഞ് മുതിർന്നവരിലേക്ക് ഈ അന്വേഷണം എത്തണമെന്നൊരാവശ്യം തന്നെയായിരിക്കും ഇന്ന് മുഖ്യമന്ത്രിയെ കാണുന്ന വേളയിൽ കുടുംബം മുന്നോട്ട് വയ്ക്കുക. ഹാഷ്മി. ഓക്കെ, അഭിജിത്ത് മുഴക്കുന്നതാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.